ചൈന പാകിസ്ഥാന്റെ വലിയ സുഹൃത്തും സഹോദരനുമായി തുടരുമ്പോഴും ചൈനീസ് വൈദഗ്ധ്യത്തിൽ നിന്നും നിക്ഷേപത്തിൽ നിന്നും പ്രയോജനം നേടാനുള്ള പാകിസ്ഥാന്റെ അവസാന അവസരമാണ് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മുന്നറിയിപ്പ് നൽകി. $8 ബില്യൺ വരുന്ന ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ 2 പദ്ധതികളുടെ നിർവഹണത്തിൽ കാലതാമസം വരുത്തുന്ന മന്ത്രാലയങ്ങൾക്കും വിഭാഗങ്ങൾക്കുമെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് എക്സ്പ്രസ് ട്രിബ്യൂൺ പത്രം റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ ചൈന B2B കോൺഫറൻസ് വലിയ വിജയമായിരുന്നെങ്കിലും ചൈനീസ് നിക്ഷേപം ഉറപ്പാക്കുന്നതിന് കരാറുകൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ ശ്രദ്ധയോടെ പിന്തുടരണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പദ്ധതിയും വൈകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൃഷി, സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ, ഖനികളിലും ധാതുക്കളിലുമുള്ള നിക്ഷേപം, കാരക്കോറം ഹൈവേ നവീകരിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന CCPEC 2.0 പദ്ധതി ആരംഭിക്കാൻ ചൈന സമ്മതിച്ചതായും ഷെരീഫ് വ്യക്തമാക്കി. ചൈന പാകിസ്ഥാന്റെ വലിയ സുഹൃത്തും സഹോദരനുമായി തുടരുമ്പോൾ തന്നെ ചൈനീസ് വൈദഗ്ധ്യത്തിൽ നിന്നും നിക്ഷേപത്തിൽ നിന്നും പ്രയോജനം നേടാനുള്ള അവസാന അവസരമാണിതെന്നും ഷെരീഫ് മുന്നറിയിപ്പ് നൽകി. പദ്ധതിയുടെ വിജയം ഉറപ്പാക്കാൻ മന്ത്രാലയങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. സർക്കാർ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാണെന്നും ഫലങ്ങൾക്ക് ഉത്തരവാദിയാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഈ അവസരം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ചരിത്രം നമ്മളോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുത്തതും പ്രസിഡന്റ് ഷീ ജിൻപിങ്, പ്രധാനമന്ത്രി ലീ ക്വിയാങ്, മറ്റ് ലോക നേതാക്കൾ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. സെപ്റ്റംബർ 4 ബീജിംഗിൽ നടന്ന പാകിസ്ഥാൻ ചൈന B2B നിക്ഷേപ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ച ഉദ്യോഗസ്ഥരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ഈ കോൺഫറൻസിൽ $8.5 ബില്യൺ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിരുന്നു. അതേസമയം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കണമെന്ന് ഊന്നിപ്പറയുന്നതിനിടയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കാശ്മീർ പ്രശ്നത്തെയും ഗാസ യുദ്ധത്തെയും കുറിച്ച് ഒരേ ഭാവത്തിൽ പരാമർശിച്ചത്. ലണ്ടനിൽ വിദേശ പാകിസ്ഥാൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ കാശ്മീരിനെ കുറിച്ച് ഷെരീഫ് പരാമർശിച്ചു. മേഖലയിൽ സമാധാനം സ്ഥാപിക്കാൻ ഇന്ത്യ ശ്രമിക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ത്യയും പാകിസ്ഥാനും അയൽക്കാരാണ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കണം. പക്ഷേ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ബന്ധം സാധാരണ നിലയിലാക്കാൻ കഴിയില്ല. കാശ്മീരികളുടെ രക്തം വെറുതെയാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കാശ്മീർ പ്രശ്നം പരിഹരിക്കാതെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കും ജീവിക്കുന്നതെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. നമ്മൾ 4 യുദ്ധങ്ങൾ നടത്തി, കോടിക്കണക്കിന് ഡോളർ ചിലവായി. ആ ഫണ്ടുകൾ പാകിസ്ഥാനിലെ ജനങ്ങളുടെ വികസനത്തിനും സമൃദ്ധിക്കും വേണ്ടി ഉപയോഗിക്കണമെന്നായിരുന്നു ഷെരീഫ് കൂട്ടിച്ചേർത്തത്. സഹകരണപരമായ അയൽക്കാരൻ എന്ന നിലയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ പോരാട്ട മനോഭാവം സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. നമ്മൾ സമാധാനത്തോടെ ജീവിക്കണോ അതോ യുദ്ധം തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് ഷെരീഫ് ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് തിരിഞ്ഞു. ഗാസയിൽ 64,000-ലധികം ആളുകൾ ജീവൻ ബലിയർപ്പിച്ചു. അവരുടെ ഭക്ഷണവും അവശ്യ വസ്തുക്കളും നിർത്തിവെച്ചു. അവർക്ക് അവിടെയും സമ്പാദിക്കാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.